അടിപൊളി, എല്ലാരും കണ്ടു. കുറെ നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഇത്രയും മാരക പെർഫോമൻസ് നമ്മൾ കാണുന്നത്. രാവിലെ നമ്മൾ കണ്ട ആ ഒരു 6 മണിക്ക് നമ്മൾ എണീറ്റ് വന്നതിന്റെ നല്ല വർത്തുണ്ട്. ഒടിയനും ബാക്കി ഇത്രയും ലാലേട്ടൻ്റെ പടങ്ങള് ഫ്ലോപ്പായതിന്റെ ഒരു ക്ഷീണം നമുക്ക് ഈ പടത്തിൽ തീർത്തിട്ടുണ്ട്. പിന്നെ നേരിന് ശേഷം വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ. ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മൾ. എന്തായാലും ലാലേട്ടൻ നെക്സ്റ്റ് പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പെർഫോമൻസ് വൈസ് ഒരു രക്ഷയില്ല. എല്ലാവരും അടിപൊളിയായിട്ടുണ്ടായി, നല്ല രസമുണ്ട്. ഇവരൊക്കെയാണ് യഥാർത്ഥ ലാലേട്ടൻ ഫാൻസ്. ഭയങ്കര രസമുണ്ട്, ഭയങ്കര അടിപൊളിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാം നല്ല രസമുണ്ട്. ലാലേട്ടൻ്റെ പെർഫോമൻസ്, ലുക്സ് ആയാലും എല്ലാം നല്ല രസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഫ്രെയിം പറയേണ്ട കാര്യമില്ല, ലിജോ ചേട്ടൻ്റെ പടമല്ലേ, നല്ല ഫ്രെയിമിങ് കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. പടം നമ്മൾ ഇന്നാക്കുന്നുണ്ട്, നമ്മളെ ബോറടിപ്പിക്കാണ്ട് ലാഗ് അടിപ്പിക്കാണ്ട് നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. പടം ഗംഭീര പടം ചേട്ടാ. ലിജോ ജോസ് സാറിന്റെ ലാലേട്ടന്റെ കോംബോ അല്ല കിടിലം കോംബോ. മേക്കിംഗ് ആണെങ്കിലും എല്ലാം നല്ല രീതിക്ക് തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്താണെങ്കിൽ നമ്മളെ പടത്തിന്റെ അകത്ത് നമ്മൾ ശരിക്കും നമ്മൾ അതിന്റെ അകത്ത് പിടിച്ചിരുത്തുന്നുണ്ട്. അതായത് നമ്മളെ കഥേന്റെ അകത്ത് ശരിക്കും പോസ്റ്റ് ചെയ്ത് ഓരോ ഫ്രെയിം ഇതിലും ഫ്രെയിം ആണ്. ഈ LJP എടുത്ത ഫ്രെയിം ഉണ്ടല്ലോ. പിന്നെ പടം ശരിക്കും നല്ല ഫ്ലോമുള്ള പടമാണ്. പക്ഷെ നമ്മൾ അത്രയും നല്ലൊരു പടം. ഇതിലേക്കാണ് നമ്മൾ ലാലേട്ടന്റെ പെർഫോമൻസ് കുറെ നല്ല. ഈ പടത്തിന് വെച്ചാൽ ഫൈറ്റും എല്ലാം ഓരോന്നും എല്ലാം നല്ല അടിപൊളി. സെക്കൻഡ് പാർട്ടും എല്ലാം നമ്മൾ നല്ല LJP നല്ല രീതിക്ക് ഫാൻ ബോയ് ആണെന്ന് തോന്നുന്നു. LJP അതേപോലെയാണ് നല്ല രീതിക്ക് വെച്ചാൽ മേക്കിംഗ് ആണെങ്കിലും എല്ലാ രീതിക്കും കളർ ഗ്രേഡിംഗ് കളർ ഗ്രേഡിംഗ് എല്ലാം എല്ലാം ടോപ്പ് നോച്ച് ടെക്നിക്കലാണ്. കാരണം നമുക്ക് ഒരിക്കലും നമുക്ക് ബോറടിക്കൂല. കാരണം നമ്മൾ ഈ പടത്തിനെ നമ്മൾ ശരിക്കും പിടിച്ചിരുന്നു. പിന്നെ അടുത്ത അവരുടെ ഒരു ഇതിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് ചെറിയ കാസ്റ്റിംഗ്, ചെറിയ പൈസ വെച്ച് ഇവര് നല്ല അടിപൊളി കാസ്റ്റിംഗ്. എല്ലാവരും എല്ലാ പെർഫോമൻസ് ആണ്, എല്ലാവരും പെർഫോമൻസ് നല്ല രീതിക്ക് തന്നെ കൊണ്ട് നമുക്ക് ഒരു കിടക്ക് സാധനം നല്ലൊരു ത്രെഡ് എല്ലാം അടിപൊളിയാണ്. രാവിലെ ഒന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് കണ്ടപാടാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് വന്ന് കാണുക. നമ്മൾ സ്ലോ ആയിട്ട് പടം പോലെ നമ്മൾ അന്ന് ഇരുന്ന് പോയിട്ടാ. അത്ര അടിപൊളി പടം നമ്മൾ ശരിക്കും അതിന്റെ അകത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയ വിജയം. ലിജോ ജോസ് പടം ഏറ്റവും വലിയ നേര് വേണ്ട അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ ആണ് ലാലേട്ടൻ. കാരണം എല്ലാവരും ലാലേട്ടനെ നല്ലപോലെ കളിയാക്കിയിട്ടുണ്ട്. അതിന്റെ റിയാക്ഷനാണ് ലാലേട്ടൻ ഈ പടത്തിൽ തന്നിരിക്കുന്നത്. എല്ലാവരും ട്രോൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിയാക്ഷനാണ് ഈ പടം വന്നിരിക്കുന്നത്. പടം ഇഷ്ടപ്പെട്ടില്ല. ലാലേട്ടൻ കുഴപ്പമില്ല. പടം പോയ പടം വിചാരിച്ചത്രയില്ല. നല്ല എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിലിമിന്റെ ഫസ്റ്റ് ഷോ കാണുന്നത്. സോ അത് ഇത്രയും ആളുകളെ ഇടയിൽ നിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ കുലുങ്ങായിരുന്നു. സോ ലിജോ സാർ ഇത്രയും വലിയ മാജിക്കിന്റെ ഭാഗമായി മാറ്റിയതിൽ വളരെയധികം സന്തോഷം. സോ ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാമെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമില്ല. സോ ഒരുപാട് പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു മൂവി, നല്ല കലാമൂല്യമുള്ള ഒരു മൂവി, ഒരുപാട് കാലത്തിന് ശേഷം മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് മൂവിയാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇരുന്നൊന്ന് കാണണം. സോ പടം കണ്ടു. ലിജോ സാറ് വളരെ അഭിമാനത്തോടെ തന്നെ പറയാം. സാർ ഏൽപ്പിച്ച ആ ഒരു ക്യാരക്ടർ 100% അതിന്റെ പൂർണ്ണതയോടുകൂടി ചെയ്യാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. സോ അതിന്റെ റെസ്പോണ്ട് എല്ലായിടത്തും നിന്നും കിട്ടി തുടങ്ങുന്നുണ്ട്. താങ്ക് യു ലിജോ സാർ ആൻഡ് എൻ്റെ ടീം ഓഫ് മലയക്കോട്ട വാലിബൻ. ഈ ഫിലിമിന്റെ വിജയം എൻ്റെ ടീം ഇതിലെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഉള്ളതാണ്. സോ ഇതിന്റെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയതെങ്കിലും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എന്തു പറയാനാ, നല്ല പടം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു ആഘോഷത്തിമിർപ്പിലാണ് ഇപ്പോൾ തിയേറ്ററിൻ്റെ അകം മൊത്തം. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു മാജിക്, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു മാജിക് ഇന്ന് സംഭവിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത ടിസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ടിസ്റ്റ് പറയാനുള്ള ഇനിയും കാണാത്തവരുള്ളതുകൊണ്ട് ഞാൻ ടിസ്റ്റ് പറയാനുള്ള, നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ മാജിക് സംഭവിച്ചു. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം, ഇതൊരു ലിജോ ജോസിന്റെ കറക്റ്റ് പടമാണ്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ ചെയ്യുന്ന അതേപോലെ തന്നെ നല്ല രീതിയിൽ അദ്ദേഹം മേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ മോഹൻലാൽ സാറിന്റെ അഭിനയം എല്ലാം പറഞ്ഞ പോലെ തന്നെ ഇനി അതിൽ പ്രത്യേകിച്ച് പറയാനില്ല. എങ്കിലും അദ്ദേഹം കാഴ്ചവെച്ചേക്കുന്ന ആ അഭിനയം തികച്ചും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു വളരെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ തിയേറ്റർ മൊത്തം കണ്ടാൽ അറിയാൻ പറ്റും, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഓക്കെ, പടം മനോഹരമായിരുന്നു. നമ്മൾ ലാലേട്ടനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച രീതിയിൽ തന്നെ ലിജോ ജോസഫ് പടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്നൊരു ഇതുണ്ടല്ലോ, ഒരു ആകാംക്ഷ, അത് നമുക്ക് പടത്തിൽ തന്നെ കാണാൻ പറ്റും. ഏറ്റവും എന്താ പറയുക,
ഡയറക്ഷനും ക്യാമറ വർക്കും ലാലേട്ടൻ്റെ അഭിനയവും എല്ലാം സൂപ്പറായിരുന്നു. പടം നമ്മൾ പ്രതീക്ഷ രീതിയിലേക്ക് തന്നെ വന്നു. ഏറ്റവും സന്തോഷമുണ്ട്. വേറെ ലെവലാണത് പടം. നമുക്കത് ആ തിയേറ്ററിൽ നിന്ന് ആ എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം പടം. രണ്ടും കൂടി കൂടിയൊരു വേറെ ലെവല് ലിജോ ജോസഫ് പടം അങ്ങനെ പറയാം. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ആ ഒരു വൈബ് വേറെ രക്ഷയില്ല പടം. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ മസ്റ്റ്. തിയേറ്റർ എക്സ്പീരിയൻസ് പടം ആ ഷൂട്ട് ചെയ്തേക്കണെങ്കിലും മേക്കിംഗ് ആണെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ എടുത്തു വെച്ചേക്കണത്. നമ്മൾ കാണാൻ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് ഒരു ഒട്ടനവധി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നല്ലോ. ആ പ്രതീക്ഷകൾക്കൊത്ത് പടം വന്നിട്ടുണ്ട്. അതെ, പക്കാ ലിജോ ജോസഫ് പടം. മോഹൻലാൽ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ. പടം ജോസഫ് തന്നെ ഒരു രക്ഷയില്ല. നമ്മളാ ഒരു ഡയറക്ടറും ആക്ടറിന്റെ പേര് പറഞ്ഞ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നൊരു സമയമാണ്. ആ സമയത്ത് മോഹൻലാൽ ജോസ് കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കുറെ നാളത്തെ വെയിറ്റിങ്ങിന് ശേഷമാണ് ആൾക്കാർ വന്നത്. പടത്തിന്റെ എന്തായിരിക്കും എന്ന് പറയാൻ ആ പ്രതീക്ഷ കൈവിടാതെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ലാലേട്ടൻ വേറെ ലെവലാണ്. ക്ലൈമാക്സിലൊക്കെ നമ്മൾ പറയാൻ വാക്കുകളില്ല, അത്രയും മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ.